വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു രാവിലത്തെ പ്രഭാതം കാണിക്കുന്നത് എല്ലാവർക്കും നമുക്കൊരു പുതിയ ഉണർവാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് എന്നും അങ്ങോട്ട് പുറത്തേക്ക് നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു നേച്ചറായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. അതൊരു എലിഗൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ക്ലീനിങ് കാണിക്കാറുണ്ട്. എല്ലാ വീഡിയോയിലും കാണിക്കാറില്ല, പക്ഷേ നമ്മളെന്നും ചെയ്യുന്നതാണ്. അത് കാണിക്കുന്നത് ഒരു മോട്ടിവേഷൻ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ക്ലീനിങ് നമ്മളൊരു എന്തെങ്കിലും ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലീനിങ്ങോ നമ്മുടെ വീട് തന്നെ വൃത്തിയാക്കിയിട്ട് അത് കാണുമ്പോൾ നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നും. പിന്നെ മാത്രമല്ല നമ്മുടെ ആ ഗ്ലൂമിയായ അവസ്ഥയിൽ നമുക്കൊരു മോചനം തോന്നും കേട്ടോ. എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ദോശമാവ് തലേദിവസം അരച്ച് വെച്ചതാണ്, രാത്രിയിൽ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഓട്സ് ചേർക്കുകയാണ്. ഉപ്പ് ഞാൻ രാവിലെയാണ് ഇടാറ്, അല്ലെങ്കിൽ പുളിച്ച് പോകില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ് ഇടാതിരിക്കുന്നത്. പിന്നെ ഫെർമെൻറ്റേഷൻ അത് ബാധിക്കും ചെയ്യും. അപ്പോൾ ഈ ഓട്സ് ഇങ്ങനെ തരിയായിട്ട് ഇടാറുണ്ട്, ചിലപ്പോൾ അരച്ചിട്ടും പൊടിച്ചിട്ടും ഇടാറുണ്ട്, ചിലപ്പോൾ തലേ ദിവസം അരയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് ഓട്സ് യൂസ് ചെയ്യുക. അപ്പോൾ കുട്ടികളൊക്കെ ഓട്സ് കുടിക്കാനൊക്കെ കുറുക്കി കൊടുത്താൽ കുടിക്കാൻ എല്ലാവർക്കും തന്നെ, വലിയവർക്ക് വരെ ഓട്സ് കുടിക്കാൻ മടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊന്നും മുഴുവൻ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പിന്നെ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചോളം വലിയ കുട്ടികളായതുകൊണ്ട് അവരെ പറ്റിക്കാനും നമുക്കിപ്പോൾ പറ്റില്ല, അവർ നമ്മളെ പറ്റിക്കുന്നുള്ള സ്ഥിതിയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയാണ് ഞാൻ കറി വയ്ക്കുന്നത് കേട്ടോ. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഉള്ളി അങ്ങനെയുള്ളതൊന്നും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല, കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ടില്ല. അതിനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാനത് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പണ്ട് റബ്ബറിൻ്റെ യൂസ് ചെയ്തായിരുന്നത്. പിന്നെ അത് യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഹൈജീനിക്കായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ മാർക്ക് വരും. അപ്പോൾ ആ മാർക്ക് വരുന്നതിലൊക്കെ അണുക്കളുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഉരച്ചിട്ടൊക്കെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വെള്ള കളറൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതായത് കളറല്ല കേട്ടോ, വൈറ്റ് കളർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ റബ്ബർ ഉപേക്ഷിച്ചിട്ട് മരത്തിൻ്റെ എപ്പോഴും അത് കുറച്ച് യൂസ് ചെയ്തപ്പോൾ പിന്നെ ഇങ്ങനെ മടിയായത്. പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗ്ലൗസ് ഒന്നും ഇടാറില്ല കേട്ടോ. വേഗത്തിൽ പണി തീർക്കണം എന്നുള്ളൊരു, കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേഗം പണി തീർക്കുക, പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ള രീതിയിലുള്ളതാണ് കേട്ടോ. ആ ഓരോ നേരം കഴിക്കാനുള്ള ആ സമയമാകുമ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാറ്. അതങ്ങനെ ശീലമായിപ്പോയി ആദ്യം മുതൽ തന്നെ. 3 നേരം ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ആ 3 നേരം അത് ഇങ്ങനെ എളുപ്പത്തിലാണ് ചെയ്തു പോകും. പിന്നെ എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കത് അങ്ങോട്ട് ശീലമായി മാറി. അപ്പോൾ അത് വേഗത്തിൽ എനിക്ക് എൻ്റെ കുക്കിംഗ് എല്ലാം കഴിയും. ക്ലീനിങ്ങിനാണ് എനിക്ക് വളരെ സമയം കൂടുതൽ എടുക്കുന്നത്. പിന്നെ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതിൽ മസാലകളൊക്കെ മൂപ്പിക്കുക, അങ്ങനത്തെ കുക്കിങ്ങൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ സമയം പോകും. ഞാൻ അങ്ങനത്തെ കുക്കിങ്ങുകൾ അധികം ചെയ്യാറില്ല. കാരണം പിന്നെ ഇടയ്ക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ആരെങ്കിലും ഗസ്റ്റ് വരിക, പിന്നെ നമുക്ക് തന്നെ ഫുഡിനൊരു കൂടുതൽ കളറൊക്കെ വേണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് മാത്രമേ നമ്മളങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ ടേസ്റ്റിലൊന്നും ഒട്ടും കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ പോലും ടേസ്റ്റ് കുറയൊന്നുമില്ല. എണ്ണയിൽ ഇട്ടിട്ട് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്കൊരു കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചിട്ട് കുറവ് ടേസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ കറി എല്ലാവരും എണ്ണയിൽ വാട്ടേണ്ട കറിയല്ലല്ലോ, അത് വെറുതെ മഞ്ഞളിട്ടിട്ട് ഇത് വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണല്ലോ ചെയ്യുക. പച്ച വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ചൂടാക്കുന്ന എണ്ണ മാത്രമാണ് യൂസ് ചെയ്യാതിരിക്കാറ്. അത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തെന്നുള്ളത്. അത് വെയിറ്റിൽ റെഡ്യൂസിങ് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത് നമുക്ക് അനുഭവങ്ങളുണ്ട്. നമ്മൾ വളരെ വെയിറ്റ് കുറച്ച് സമയങ്ങളുണ്ട്, 10 കിലോ വരെയൊക്കെ വെയിറ്റ് കുറച്ച് സമയങ്ങളുണ്ട്. അപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ കൊളസ്ട്രോൾ, BP അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് എണ്ണ മാക്സിമം ചൂടാക്കാതിരിക്കുക. ഫ്രഷ് കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് അതേപോലെ തന്നെ ചൂടാക്കാതെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒലിവ് ഓയിലാണെങ്കിലും ഒലിവ് ഓയിൽ 2 ടൈപ്പും ഉണ്ട്. കറി കുക്കറിൽ റെഡിയായി. അപ്പോൾ ആ സമയത്ത് ദോശ ഉണ്ടാക്കാനായിട്ട്, ദോശ അപ്പോഴേക്കും ഒരു അരമണിക്കൂർ എങ്കിലും ഓട്സ് അതിൽ കുതിർത്തി വെക്കണം. ആ മാവിൽ തന്നെ ദോശ ഒന്ന് ക്രിസ്പി ആയ പോലെ കിട്ടും. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കാതിരുന്നത്. ഇന്ന് ഹസ്ബൻഡ് ഫുഡ് കൊണ്ടുപോകുന്നു. ഇവർ മുന്നേ തീരുമാനിക്കുന്നില്ല കേട്ടോ ഫുഡ് കൊണ്ടുപോകണം എന്നുള്ളത്, മുന്നേ പറയൂല. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഫുഡ് കുറച്ച് കറി നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, തന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ തന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നാണ്, അതായത് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതല്ലായിരുന്നു കേട്ടോ. കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഓട്സ് അതിൽ ആ സമയത്ത് ഇടുമായിരുന്നില്ല, അല്ലെങ്കിൽ അരച്ചിട്ടില്ല, പൊടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യുമായിരുന്നത്. കാരണം ഈ ടൈപ്പ് ദോശ നമ്മൾ ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ ആളെന്തായാലും പറഞ്ഞു തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇത് ആൾക്കുള്ള പാക്കിങ്ങാണ്, ദോശയും പിന്നെന്താ ഇതും. അപ്പോൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ഒരു ദോഷം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതാണ് കേട്ടോ, ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത്.
ആവശ്യം മോൾക്കുള്ള ഷോപ്പിംഗ് മാത്രമല്ല ഒരു കുട്ടിക്ക് ഷോപ്പിംഗ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതാണ് കണ്ടത് കേട്ടോ. ഒരു ചെറിയൊരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടിയും വെച്ചിട്ടാണ് ഞാനത് വാങ്ങി. പിന്നെ ഞാനത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ച് കൊടുക്കണ്ടാവെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മുടെ വീഡിയോ കാണുമെന്നറിയില്ല. പക്ഷേ എന്തായാലും അത് വേണ്ട വിചാരിച്ചിട്ട് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ സെയിലുള്ളതാണ് കോട്ടുകൾ. അപ്പം മോൾക്ക് പഫർ ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു എന്നുള്ളത് അറിയില്ല, എനിക്ക് തോന്നുന്നു കാണിച്ചിട്ടില്ല തോന്നുന്നു അത്. പിന്നെ പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ ഇന്നലെ വാങ്ങി, ഫോർമൽസ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ തണുപ്പിൻ്റെ ഉടുപ്പുകൾ കാണിക്കുന്നു. അത് അപ്പോൾ ആ ടൈപ്പുകൾ നമുക്കത്ര കോമൺ അല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എന്നാലും ഏതൊക്കെ ടൈപ്പ് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ ഷോപ്പിംഗ് ലിസ്റ്റും നമ്മൾ കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ വീഡിയോയ്ക്ക് കുറേ ലെങ്തി ആവും. പിന്നെ നിങ്ങളത് എത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് കാണിക്കാതിരിക്കുന്നത്. നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സാധാ ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാൻസ്, ഷർട്ട്, ബ്ലേസറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ ഫുള്ള്. ഇന്നലെ അതുകൊണ്ടാണ് ഇന്നും വെള്ളിയാഴ്ച വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്നലെ ഫുള്ള് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇന്നലെ ഫുള്ളാണ് തീർക്കാന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങളുണ്ടാകും. പിന്നെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാണാത്തവരെല്ലാവരും കാണണം കേട്ടോ. അതൊരു ഇൻഫർമേറ്റീവാണ്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സ്, സാധാ കോളേജിൽ ഇടുന്ന ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ വീട്ടിലിടുന്നൊക്കെ ഒരു 4 ജോഡി അങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില കുട്ടികളൊക്കെ ഇവിടെ വന്നതിന് ശേഷം, വെക്കേഷനിൽ വന്നതിന് ശേഷം ആദ്യം പോയി കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ പറയാറുണ്ട്, അവർ ആദ്യം പോകുമ്പോൾ പലതും കൊണ്ടുപോയില്ല, അത്ര അറിയുന്നുണ്ടായിരുന്നില്ല, ഇന്ന സാധനങ്ങളാണ് വേണ്ടത്, അതാ വേണ്ടത് എന്നുള്ളത് ഇത്ര അറിയുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിസയൊക്കെ ലേറ്റായിട്ട് വരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് മുൻകൂട്ടിയിട്ടൊന്നും ശരിയാക്കി വെക്കാതെ പെട്ടെന്ന് പോകും. നമ്മളിപ്പോൾ കഴിഞ്ഞ സെമ്മിലും റെഡി ആയതായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും കുറേയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അതൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഇത്രയും എലാബറേറ്റ് ആയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. കാരണം ഇപ്പോൾ സമയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്ക് ഞാൻ ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അവിടെ നിന്ന് 45+7 ലഗേജ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല, അത്രയും ലഗേജ് ഇല്ല. അത് ഞാൻ എങ്ങനെയാണ് 45+7 കിട്ടിയത്, അത് കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റിൽ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഇൻഫർമേറ്റീവായിട്ട് കുട്ടികൾക്ക് ലഭിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലും കൂടി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് വ്യൂസ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും, ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എപ്പോഴും പറയുന്നില്ല, അതുകൊണ്ടാണ് ഒരു വിക്കൽ വരുന്നത് പറയുമ്പോൾ തന്നെ. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി പറയാം. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് എന്നും കൂടിയും പറയുന്നു. അപ്പോൾ ഈ ചെരുപ്പ് ഇതൊക്കെ വാഷ് ചെയ്യാനൊക്കെ പറ്റും, ലൈറ്റ് വെയിറ്റ് ആയിട്ട് അങ്ങനെ പിടിച്ചാൽ വളരെ സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ കാലം നിൽക്കുന്ന പ്രതീക്ഷയിലാണ് കേട്ടോ. കുറേ മുന്നേ ഒരു ചെരുപ്പ് ഇതുപോലത്തെ ഒരു ഉണ്ടായിരുന്നു, അതൊക്കെ ഇത്രയും അവസാനം ഉപേക്ഷിക്കുക ചെയ്തത്. അത് നമുക്കിങ്ങനെ കഴുകും ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് ഇങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് എനിക്കും ഇഷ്ടമാണിത്, ഈ ടൈപ്പ് ചെരുപ്പ്. പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിയില്ല എന്ന് മാത്രം, വെള്ളയും ബ്ലാക്കും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും വേറെ ടൈപ്പായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് നോക്കുന്നുണ്ട്. പിന്നെ ബാഗ് കിട്ടിയിട്ടില്ല, ലാപ്ടോപ്പൊക്കെ കൂടി വെക്കാൻ പറ്റാവുന്ന ഒരു ബാഗ് തന്നെ വേണമെന്നുണ്ട്. അവൾ ഒരു മോഡൽ പറയുന്നുണ്ട്. പണ്ട് ഓൺലൈനിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് നമ്മൾ ഷോപ്പിൽ നോക്കിയിട്ട് അതിൻ്റെ മെറ്റീരിയൽ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ എഴുതും ഓൺലൈനിലാണെങ്കിലും, എന്നാലും നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ മടി കാണിച്ചിട്ട് 2 ആഴ്ചയൊക്കെ വൈകിയപ്പോഴേക്കും ആ സ്റ്റോക്കെല്ലാം തീർന്നു. അപ്പോൾ അത് അന്ന് ഓഫറും ഉണ്ടായിരുന്നു, 30% ഓഫറും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നല്ല ബാഗ്, ടോട്ട് ബാഗ് പോലത്തെ നോക്കുന്നത്, നല്ല ബാഗ് വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലി ആവും ചെയ്യും. അപ്പോൾ ഓഫർ വരുമോ എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടൊക്കെ ചിലതൊക്കെ മാറ്റി വയ്ക്കും, തീരെ ഓഫർ ഇല്ലാത്തതൊക്കെ. പിന്നെ പുതിയ സ്റ്റോക്കിനൊന്നും അവർ ഓഫറൊന്നും ഇടില്ല. പിന്നെ നമുക്ക് ആവശ്യമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങും അത്ര തന്നെ. ബാഗ് എന്തായാലും ആവശ്യമാണ്. നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡും ലാപ്ടോപ്പും ഒക്കെ കൂടി വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു സ്ട്രോങ് ആയ ഒരു പല ബാഗുകളും ഇഷ്ടമാവുന്നുണ്ട്, വിഡ്ത്ത് വൈസും ഒക്കെ. പക്ഷേ അതിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു ഉറപ്പ് തോന്നുന്നില്ല. നമ്മൾ അത്രയും സാധനങ്ങൾ വെച്ച് കഴിയുമ്പോഴുള്ളൊരു നമുക്കൊരു സ്ട്രോങ് തോന്നണ്ടേ. ടോട്ട് ബാഗ് ടൈപ്പുകൾക്ക് അങ്ങനെയില്ല. ഞാൻ അവളോട് പറഞ്ഞു ടോട്ട് ബാഗ് തന്നെ വാങ്ങണം എന്നുള്ള അതന്നെ പറഞ്ഞ് നിൽക്കാതെ
വേറെ ടൈപ്പ് വാങ്ങുന്നത്. ഈ ടൈപ്പ് കോട്ടുകൾ ഈ ബ്ലാക്കും ഒരു തരം ലൈറ്റ് റെഡും ഉള്ളൂ. വാങ്ങാൻ കുറേ നോക്കുന്നു. മുന്നേ വാങ്ങിയത് കുറച്ച് വാങ്ങാൻ നിന്ന് ഞങ്ങൾ പേ ചെയ്യുമ്പോഴേക്കും അച്ഛൻ വന്നിട്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് സൈസ് കുറവാണ്, ടൈറ്റ് പാകമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒക്കെ വാങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത്ര ഇങ്ങനെ നമ്മൾ ടൈറ്റായ പോലെ വാങ്ങിയിട്ട് അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നും. അപ്പോൾ എപ്പോഴും എനിക്ക് അത്ര മുഴുവൻ ഇഷ്ടമായിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ടൈപ്പ് തന്നെ അവൾക്ക് വേണേനും ആകെ രണ്ട് കളറേ ഈ ടൈപ്പ് കാണുന്നുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ പിന്നെ വീടിൻ്റെ അടുത്തുള്ള മോൾ ഓഫ് ഒമാൻ എന്നുള്ള സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഉള്ളത് ലാർജ് സൈസും. അപ്പോൾ ഉപേക്ഷിക്കാവുന്നല്ലത് മൊഹം ഇനി വാങ്ങാൻ നടക്കുന്നൊന്നുമില്ല. പിന്നെ ജീൻസ് നോക്കുന്നുണ്ട്, ഒക്കെ നല്ല അത്യാവശ്യം ഹെവിനെസ് തോന്നുന്നുണ്ട്. പിന്നെ സൈസാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ബ്രാൻഡിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ സൈസ് കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു, എല്ലാം അങ്ങനെ നോക്കിയിട്ട് നടന്നിട്ട് കാര്യമില്ല, ഇത് നമുക്ക് തന്നെ മടുപ്പാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ളത് വാങ്ങുക, അത്രയും നടക്കുള്ളൂ. ഇതൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. കട്ടി കുറഞ്ഞിട്ടുള്ള നല്ല ബനിയൻ ടൈപ്പ് അല്ല, കോട്ടണിൽ തന്നെയുള്ള നല്ലതാണ് കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഈ ഷോപ്പിൽ നിന്നല്ല ഞാൻ വാങ്ങിയത്. അപ്പോൾ പ്ലെയിൻ ആയത് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്ലെയിൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയതാണ്. ലൈറ്റ് കളറും ആവരുത്, എന്നാൽ പ്ലെയിൻ ഇങ്ങനെ വരയും കുള്ളിയും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്ര ചെറിയ കുട്ടികളല്ല. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ തന്നെ ഇട്ട് കൊടുത്തായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പ്ലെയിൻ വേണമെന്ന് പറയുന്നത് അവൾ പറയുന്നത് ഇപ്പോൾ എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ കോട്ട അങ്ങനെ ഇട്ടിട്ടാണ് പോയാൽ മതിയല്ലോ പ്ലെയിൻ ആണെങ്കിൽ എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ. പിന്നെ ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഇന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല, വീണ്ടും ഷോപ്പിങ്ങിന് പോകേണ്ടതായിട്ട് വരികയാണ്. പിന്നെ ഈ ടൈപ്പ് സ്കേർട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒക്കെ ഭയങ്കര വലുത്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ കാണുന്നില്ലേ എത്രയും വലുതായിട്ട്. പിന്നെ ബ്ലാക്ക് പാൻസാണ് നമ്മൾ നോക്കുന്നത്. ബ്ലാക്ക് പാൻസ്, ബ്ലാക്ക് ഷർട്ടൊക്കെ നോക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഷർട്ടിൻ്റെയും ഒക്കെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ അതിന് പ്രത്യേകമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ കാണണം, അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ അത് എന്തായാലും എസെൻഷ്യൽ തിങ്സിൽ ഞാൻ പ്രത്യേകം അത് പറയുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ് ബ്ലാക്ക് ഐറ്റംസ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് പിറ്റത്തെ ദിവസം തന്നെ നിങ്ങൾക്കത് പോയി വാങ്ങി നിങ്ങൾക്ക് വലിയ ബാധ്യതയായിരിക്കും. അപ്പോൾ പാൻസ് ഞങ്ങൾക്ക് 3 എണ്ണം കിട്ടണമായിരുന്നു. അപ്പോൾ ആ സൈസ് കിട്ടാത്തതുകൊണ്ടും പിന്നെ ഒരെണ്ണമാണ് വളരെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരെണ്ണം നമ്മളങ്ങോട്ട് അത് മതി എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. പിന്നെ ഒരെണ്ണം കൂടി വാങ്ങണം. പിന്നെ ലാസ്റ്റ് നമ്മൾ ബ്ലാക്ക് ഷർട്ട് വാങ്ങിയത് ലുലുന്ന് ഫോർമൽ സെക്ഷനാണ് നമ്മൾ വാങ്ങിയിട്ട്, അല്ലാതെ കിട്ടുന്നില്ല. അല്ലാതെ അത് അത്ര ഇഷ്ടമായിട്ടൊന്നുമല്ല. കട്ടി കുറഞ്ഞ തുണിയാണ്, കോട്ടനാണ്, അയൺ ചെയ്തിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ടും അത് സ്മോളാണ്. സ്മോൾ ആകെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇവൾക്കും ഒന്ന് ഇവളെ കൂട്ടുകാരിക്കും കൂടിയിട്ട് വാങ്ങി. അതല്ല ആ കുട്ടിക്കും അവിടെ കിട്ടുന്നില്ല എന്നത് എന്താണെന്ന് അറിയില്ല. ഈ ബ്ലാക്ക് ഐറ്റംസ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഷോപ്പിലേക്ക് വന്നു, കെയർഫോർ എല്ലാം അങ്ങനെ വരുള്ളൂ കേട്ടോ. നമുക്ക് വയൽ ഹൈപ്പർ മാക്സ് എന്നുള്ള പേരിലുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് റൊട്ടി അങ്ങനെ എന്തെങ്കിലും പിസ്സ ഉണ്ടാക്കി വെച്ച് ചൂടാറിയതിന് ശേഷം അവർ പാക്കാക്കും കേട്ടോ. തുടക്കത്തിൽ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കെയർഫോറിലെ ബേക്കറി സെക്ഷൻ. ഇവിടുത്തെ ബേക്കറി സെക്ഷൻ നല്ല രസമായിട്ട് ഉണ്ടാക്കി നിൽക്കുന്നത് നോക്കി നിൽക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നത് ആ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നതും അവർ കൈയൊന്നും തൊടാതെ തന്നെ അത് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് അവർ പാക്ക് ചെയ്യുക. രാവിലത്തെ നേരമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. ഇത് വൈകുന്നേരം രാവിലെ ഫുൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. എല്ലാ ഷെൽഫും ഫുള്ളാക്കിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്ത് കിടന്നതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ചെറുപയർ മുളപ്പിച്ചത് പിന്നെ ലെറ്റസ് ലീവ്സും തൈര് കുറച്ച് അതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. ഒലിവ് ഓയിലും ഉപ്പും കൂടിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കുറച്ച് ഡയറ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ, ഡയറ്റൊന്നും അല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രിൽഡ് ചിക്കനും പിന്നെ അതിനൊരു സോസ് ഉണ്ടാക്കിയതാണ്, വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അതും പിന്നെ സാലഡുമാണ് കഴിച്ചത് കേട്ടോ. ഞാൻ ഡാഷ് ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 400 ഗ്രാം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ ഡാഷ് ഡയറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എൻ്റെ മോളുടെ സ്കൂളാണ് കാണിച്ചത്. പിന്നെ ഇനോഗ്രേഷനല്ല, ഗ്രാജുവേഷനായിരുന്നു. അവളുടെ 12ാം ക്ലാസ്സിലെ ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു. അപ്പോൾ റിസൾട്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഗ്രാജുവേഷൻ നടത്തും. കാരണം എക്സാം എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി പോകും. നമ്മുടെ നാടല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ സ്കൂള്. നമ്മുടെ നാട്ടിലെ വലിയ സ്കൂളും വലിയ ഗ്രൗണ്ടൊന്നും അങ്ങനെ ഇവിടെ പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. ബിൽഡിങ്ങുകൾ അങ്ങനെയായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലത്തെ സമയമായിരുന്നു ഉണ്ടായിരുന്നത്. 10 മണി തൊട്ടിട്ട് 12 മണി വരെയായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ തുടങ്ങി നമ്മൾ 9:30 ആകുമ്പോൾ സീറ്റിംഗ് ആയി. MPH ഹാളിൽ നമ്മൾ നേരത്തെ പോയി, നമ്മൾ ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ എത്ര പേര് വരും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കാർഫോറാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം 12 മണിക്ക് കഴിഞ്ഞില്ല കേട്ടോ, 12:30 ആയി. പിന്നെ മോളുടെ വീഡിയോ ഇടാതെ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അത് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ അവരായിട്ട് താല്പര്യത്തിൽ മുന്നോട്ട് വരട്ടെ, അപ്പോൾ ആ സമയത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുഡെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും നാനും പിന്നെ എന്തോ ഒരു ഗ്രീൻ പീസ് അല്ല മിക്സ് വെജിറ്റബിളിൻ്റെ കുറുമയും പിന്നെ ഒരു ഡാലിൻ്റെ ഒരു കറിയും പപ്പടും അച്ചാറും പായസമായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിന് മുകളിൽ പോയതാണ് നമ്മൾ. അതിനുശേഷം ഉച്ചയ്ക്ക് അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 2 മണിയൊക്കെ ആയി. രാവിലെ പോകുന്ന സമയം മുതൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഫുൾ ഡേ വ്ളോഗ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം അന്ന് ഫുള്ള് ബിസി തന്നെയായിരുന്നു കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഫുള്ള് ഡെയിലി വ്ളോഗ് പോലെയൊക്കെ എടുക്കണം. ഫ്രൈഡേയുടെ വേറെ ഇടണം, സാറ്റർഡേയുടെ വേറെ ഇടണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ നമ്മൾ തിരക്കിട്ടിട്ട് രാവിലെ നമ്മൾ പോകുമ്പോൾ തന്നെ തിരക്കിട്ട് എണീക്കാൻ കുറച്ച് ലേറ്റായ പോലെയാണ്. ആദ്യം മോള് സ്കൂളിൽ പോയിട്ട് 7:30 തന്നെ മോള് സ്കൂളിൽ പോയി. കാരണം അവർക്ക് ഈ ഡ്രസ്സ് അവരാണല്ലോ കൊടുക്കുക. ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് നമുക്കൊന്നുകൊണ്ട് റിലാക്സാണ്. ഇപ്പോൾ എപ്പോഴും പഠിച്ചിട്ടല്ല, ഇനിയിപ്പോൾ അതിന് ശേഷമാണ് പഠിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ പോലെ. എക്സാം ആയില്ലോ, +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ എക്സാം വളരെയധികം അടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ മൂത്ത മോള് പോകുന്നതിൻ്റെ ഷോപ്പിങ്ങും കുറച്ച് ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് റിലാക്സായിട്ട് പഠിക്കുന്നില്ല. പഠിക്കാൻ പറയുന്നുണ്ട്, പല സ്ഥലത്തേക്കും കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും പോയാൽ വേഗം വീട്ടിലേക്ക് വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ വന്നാൽ പെട്ടെന്ന് ആക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. കാരണം അവൾ വരുന്നില്ല ഇപ്പോൾ ഷോപ്പിങ്ങിനൊന്നും. ഇന്നലെയൊന്നും പോയപ്പോഴൊന്നും അവളെ കൊണ്ടുപോയില്ല. കാരണം വെറുതെ അവൾക്ക് പഠിക്കാൻ വേണ്ടേ. മൂത്ത മോള് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അവൾക്കൊരു എക്സാം വരും. അപ്പോൾ അതിന് പഠിക്കാൻ കൂടി വേണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയപ്പോഴും അത് ഞാൻ രാവിലെ ചോറ് വെച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആക്കി വെച്ചിട്ട് തന്നെ പോകുന്നു. രാത്രിയാണെങ്കിലും അതെ, പുറത്ത് പോയിട്ട് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മോള് പോകുന്നതിന് മുന്നേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വല്ല എക്സാമും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഷർട്ട് ഉണ്ടല്ലോ, ഒരു സാറ്റിൻ പോലത്തെ മെറ്റീരിയലിൻ്റെ ഷർട്ട്, അവൾക്ക് ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കി നടക്കുന്നുണ്ട്. ബ്ലാക്ക് മാത്രം കാണുന്നില്ല, പച്ചയുണ്ട്. പച്ച എന്ന് പറഞ്ഞാൽ ഒരു തരം ഡാർക്ക് പച്ച, കണ്ട കളറ്, പിന്നെ ഏതോ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ക്രീം, ഇതൊക്കെ കാണുന്നത്. അവൾക്ക് ബ്ലാക്ക് തന്നെ വേണം. ബ്ലാക്ക് ഇട്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളത് എല്ലാ ഷോപ്പിലും അത് പറഞ്ഞിട്ടേ നോക്കുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഇനി ഉണ്ടായിട്ട് ഇല്ലാതെ ഏതാണോ ഈ ടൈപ്പൊക്കെ ടീഷർട്ടുകളാണ് നമ്മൾ കൂടുതൽ സാധാരണ ഉപയോഗിക്കാനായിട്ട് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസും കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ UV നന്നായിട്ടുണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഇവർ ഓൾറെഡി സ്പെക്സ് വയ്ക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും സ്പെക്സ് ഉണ്ട്, എനിക്ക് ബാക്കി എല്ലാവർക്കും ഇവിടെ സ്പെക്സ് ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടും കാര്യമില്ല. അപ്പോൾ ഓൾറെഡി ഒന്നുള്ളത് തന്നെ യൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ, എന്നാലും ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ വാങ്ങും, ഒരു പക്ഷേ വാങ്ങും ആ ലെവലിൽ. പിന്നെ ഡ്രസ്സുകൾ എന്നെ നമുക്ക് സാധാ ഇടുന്നത് ഫുള്ള് വിചാരിച്ച അത്ര ഇങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സാധാ ടൈപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പലതും വലുതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഇവിടെ എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഒക്കെ സൈസ് കാണുമ്പോൾ വളരെ സൈസ് കൂടിയതാണ് ഇവിടെ ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മൾ എന്നിട്ട് സെയിൽസ്മാനോട് തന്നെ ചോദിച്ചു. മുന്നേ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വളരെ വലിയ സൈസ്. ഷോപ്പിങ്ങിന് ഒരുപാട് ചാൻസസ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ ഇപ്പോൾ സൈസ് കിട്ടാൻ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാം ഓവർ സൈസ്ഡ് പോലത്തെ തന്നെ സൈസാണ്. അപ്പോൾ ഇവിടെ ഓവർ സൈസിൻ്റെ ഫാനായിട്ടോ. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തോന്നുന്നു ഓവർ സൈസ്ഡ് എന്തോ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. ഞങ്ങൾ എപ്പോഴും പറയും, എന്താ അത് ഒരു വൃത്തിയില്ല, കാണാനൊരു വൃത്തിയില്ല,
വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു മാറാൻ ഇപ്രാവശ്യം എന്തോ സൈസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ സൈസ് തന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് തോന്നുക. കാരണം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ഇവിടുത്തെ ഈ അറബ് വംശജരുമൊക്കെ ഈ വലിയ സൈസിലിട്ടിട്ട് നടക്കുന്ന കാണാം, ടോപ്പും ഒക്കെ. ഇവിടുത്തെ ഡ്രസ് അവർക്ക് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് അവരെന്തായാലും പുറത്തേക്ക് ഇടും. അതിൻ്റെ ഉള്ളിൽ അവർ ജീൻസും ടോപ്പൊക്കെ ഇട്ടാലും പുറത്തേക്ക് അവർ അബായ ഇട്ടിട്ട് തന്നെ ഇറങ്ങുള്ളൂ. പിന്നെ അത് ട്രഡീഷണൽ. പക്ഷേ വേറെ ഒരു അറബ് വംശജരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ഓവർ സൈസ്ഡ് പോലത്തെ ഇട്ടിട്ട് കാണാം. അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഷോപ്പുകളിൽ ഇത്രയും വലിയ സൈസിൽ എന്നുള്ളത് അറിയില്ല. പിന്നെ ലുലുന്ന് അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഈ പണ്ട് എപ്പോഴും ലുലുന്ന് വാങ്ങുമായിരുന്നു. പിന്നെ ഇങ്ങനെ എന്തോ അത് ആ ഒരു ഇത് മാറി. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വാങ്ങാറുണ്ട്, അത്രമാത്രം. പിന്നെ ഇപ്രാവശ്യം ഫോർമൽ ഷർട്ടുകൾ വാങ്ങിയത് അവസാനം ലുലുന്ന് തന്നെയാണ്. ഇത് കണ്ടത് തന്നെ ബാഗുകളുടെ സെക്ഷനും ഡ്രസ്സുകളുടെ സെക്ഷനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. നമ്മൾ വേറെ വേറെ ഷോപ്പിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഒരു മുകളിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്തടുത്തടുത്ത് ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഷോപ്പുകളിലേക്ക് വേറെ മാറിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് നമ്മൾ ഫാൻസി ആയിട്ട് കൊണ്ടു നടക്കാൻ തന്നെ പറ്റാവുന്ന കുറേ ബാഗുകളുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് പഠിക്കാനും ജോലിക്കും കൂടി പോകുന്ന ഒരാൾക്ക് കംഫർട്ടബിളായ ബാഗുകൾ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി മതി, അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പോയി കുട്ടികൾക്ക് അത് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയെന്നുള്ളത്. കൊണ്ടുപോകാതെ പിന്നെ ഈ ബാഗൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ്ങുമാണ്, അതുപോലെ തന്നെ ഹെവിയാണ് കേട്ടോ. അതുകൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്, അതിനൊരു വലിയ താഴും കുറച്ച് ചങ്ങലയൊക്കെ ഉണ്ട്. ഭയങ്കര വെയിറ്റ്. ആ താഴ് പൊട്ടിച്ച് കളയാൻ കുറേ പേര് എന്നോട് പറഞ്ഞു. പക്ഷെ അത് ആ താഴുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഭംഗി. പക്ഷെ അങ്ങനെ പൊടിച്ച് കളയാൻ നമുക്ക് തോന്നില്ലല്ലോ. പക്ഷേ കുറച്ച് സാധനങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. പക്ഷേ നമ്മൾ ബ്രാൻഡ് ഏതാണെന്ന് പറയുന്നില്ല. ആ ബ്രാൻഡ് 15 കൊല്ലമായി, പക്ഷേ ഒന്നും ആയിട്ടില്ല. എന്നിട്ട് ഇപ്പം ഞാൻ ഒരേ ബാഗിന് ഇങ്ങനെ യൂസ് ചെയ്യേണ്ട. അതിന് ശേഷം ബാഗുകൾ വാങ്ങും. ഞാൻ ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം യൂസ് ചെയ്യും, പിന്നെ വീണ്ടും പഴയ ബാഗിലേക്ക് തന്നെ തിരിച്ചു പോവും. ആ ലെവലിൽ. അപ്പോൾ നമ്മളങ്ങനെ നല്ല സാധനങ്ങൾ നോക്കിയിട്ട് നടന്ന് വാങ്ങിയാൽ നമുക്കത് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും കേട്ടോ. വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 വർഷമൊന്നുമല്ല. നമുക്ക് ഉപയോഗിച്ച് എനിക്കിത് വേണ്ടാന്ന് തോന്നുന്ന രീതിയിൽ. പക്ഷേ അപ്പോഴും നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് നമ്മൾ വീണ്ടും ആ ബാഗിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. എനിക്കതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെഞ്ച് കോട്ട് ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതാണ് നോക്കുന്നത്. ഒരു റബ്ബർ പോലത്തെ മെറ്റീരിയൽ ഉണ്ട്, അതും ക്രീമും കളറാണ് അവൾ നോക്കുന്നത്. അത് രണ്ടും കൂടിയിട്ട് ഒരു ബ്ലെൻഡായിട്ട് കിട്ടണ്ടേ. പിന്നെ ഇവിടുത്തെ വിൻ്റർ കളക്ഷൻ ഈ കൊല്ലം അവർ ഇറക്കൊന്നുമില്ല, പലയിടത്തും സ്റ്റോപ്പ് ചെയ്തു അവർ. അപ്പോൾ അതുകൊണ്ട് വിൻ്റർ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പകൽ നല്ല ചൂടാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് മാത്രം കുറച്ച് കാറ്റും വെയിൽ കുറവുണ്ട്. എല്ലാ ദിവസങ്ങളിലും നല്ല ചൂടാണ്. പിന്നെ ഇതൊരു മോളാണ്. ഇത് ഡെങ്കിൻ ഡോണറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ അങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഷോപ്പാണ്, അറിയുന്നുണ്ടാവും. പിന്നെ ഈ മോള് കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പുറം ഭാഗം കൂടി കാണിച്ചത്. ഇവിടുന്ന് അത് സാധാ ഷർട്ടുകളാണ് നമുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കിട്ടിയിട്ടില്ല. ഷോപ്പിംഗ് വ്ളോഗ് കണ്ടിട്ട് ആരും കാണാതിരിക്കരുത്. എന്നും ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിലും കുറച്ച് ഭാഗങ്ങളെ കാണിക്കാറുള്ളൂ. ഇന്ന് രാവിലെ കുറേ ഷോപ്പുകളിൽ പോയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഷോപ്പിംഗ് വ്ളോഗ് കൂടുതലായിട്ട് വന്നത് കേട്ടോ. പിന്നെ ഈ ഷർട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവൾക്ക് അത് വേണ്ട. പിന്നെ അവൾക്ക് ഭയങ്കര സൈസ് വന്നിട്ട് അത് ഇതങ്ങനെ കാണുന്ന നോക്കിയിട്ട് കാര്യമില്ല, അത് ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭംഗി കുറവുണ്ട്. പിന്നെ ഓവർ സൈസിലായിട്ട് വേണമെങ്കിൽ ഇടാം, പക്ഷേ എന്തായാലും വാങ്ങിയില്ല. അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ ഇഷ്ടമാവാത്തത് നമ്മൾ നിർമ്മിച്ചിട്ട് വാങ്ങിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗ് ഇനി കണ്ടിട്ട് കൂടുതൽ ആരും കാണാതിരിക്കരുത്. കൂടുതൽ ഇനി ഷോപ്പിംഗ് വ്ളോഗൊക്കെ അവസാനിക്കുകയാണ്. ഒരു ഷോപ്പിംഗ് വ്ളോഗും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിലെ ഷോപ്പിങ്ങും ഇപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും കാണിക്കാറില്ല. ഗ്രോസറി അങ്ങനത്തെ നമ്മൾ സ്ഥിരം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും നമ്മൾ പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാറില്ല. പിന്നെ മീൻ വാങ്ങുന്നത് ഒന്നും ഇപ്പോൾ കാണിക്കരുത്, നിർത്തി. കാരണം നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങൾ മാത്രം നിങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ മടുപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഷോപ്പിങ്ങുകൾ ഇനിയിപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. ആർക്കും മടുപ്പ് വിചാരിക്കരുത്. ഞാൻ എല്ലാവരും വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, 2ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. കാണണം കേട്ടോ വീഡിയോ. പ്ലീസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പുതിയതായിട്ട് വരുന്ന ചാനലുകളെ കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് മുന്നിലേക്ക് എത്തിപ്പിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്
ഇങ്ങനെ വീഡിയോ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക, അതിനേക്കായി യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ വ്യൂസ് കുറയുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് വെച്ചാൽ പോലും വീഡിയോ ഇടണം തോന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യില്ല എന്നല്ല, പോസ്റ്റ് ചെയ്യില്ല. വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യും, വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. പിന്നെ ചില യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ക്ലച്ച് പിടിച്ചവർക്ക് കുറേ പേർക്ക് വ്യൂസ് നന്നായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻ്റൊക്കെ വരുന്ന സമയത്ത് അവരുടെ കത്തിക്കയറി യൂട്യൂബ് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഞാനും അത് യൂട്യൂബ് കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഈ കത്തിക്കയറി നിൽക്കുമ്പോൾ അവരുടെ യൂട്യൂബ് കുറച്ച് ദിവസം കാണും. പിന്നെ ഞാൻ അധികം ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ യൂട്യൂബ് തന്നെയാണ് അധികം തപ്പിപ്പിടിച്ച് കാണാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഉപകാരം കൂടി ആവട്ടെ. പിന്നെ നമുക്കത് മറ്റവരെ നിന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും അവർ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്കൊരു പേഴ്സണൽ ഗ്രീവൻസ് പോലെ എനിക്ക് തോന്നാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും അവരെ പ്രേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു കമൻറ്റ് ഇട്ടെന്ന് വിചാരിക്കാം, ഒന്നിനും അവർ റിപ്ലൈ ചെയ്യില്ല. യൂട്യൂബേഴ്സ് വന്നിട്ടാണ് അധികം റിപ്ലൈ ചെയ്യുക. അതിപ്പോൾ നമുക്കിപ്പോൾ ആദ്യം മുതലേയുള്ള എല്ലാ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അവർ നമ്മളൊരു കോൺസ്റ്റൻ്റ് വാച്ചറാവും. എന്നാൽ പോലും അവർക്കത് അറിഞ്ഞാൽ പോലും അവരൊന്നും നമ്മളൊരു കമൻ്റ് ഇട്ടാൽ റിപ്ലൈ ചെയ്യില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയണ്ട, ഒരുപാട് നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് അവർക്ക് പ്രേസിങ് ഒന്ന് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം നമ്മൾ എഴുതിയ കമൻറ്റിൽ. അപ്പോൾ അവരപ്പോൾ അത് എടുത്ത് മാറ്റും ചെയ്യും കേട്ടോ. പല യൂട്യൂബേഴ്സും ഞാൻ പേരൊന്നും ആരുടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇത്ര റീച്ചായ ആൾക്കാർ നമ്മുടെ സമയം കളഞ്ഞ് നമ്മളവരെ കണ്ടിട്ട് അവർ നേരെ മറിച്ച് ഒരു വളർന്നു വരുന്ന യൂട്യൂബർക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡോ സന്തോഷമോ അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർക്കും കൂടി ഒരു ഉപകാരം ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും അത് എനിക്ക് ഇഷ്ടമാവാറുണ്ട് കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ പലരുടെയും വീഡിയോസ് നല്ല വീഡിയോ തന്നെയാണ്. ഇത് കണ്ടില്ലേ, വലിയൊരു ആമാട്ടം. ഇതിൻ്റെ പേരെന്താണെന്നുള്ള അറിയില്ല. ഇവിടെ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു അക്വേറിയായിട്ട്, പക്ഷേ അവരിപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. പിന്നെ ഇത് ഫിഷ് ഇവിടെ ഭയങ്കര സ്മെല്ല് പോലെയൊക്കെ തോന്നിയിട്ടാണ്. മുന്നേ പോകുമ്പോഴൊന്നും ഇത്ര തോന്നിയിട്ടില്ല, ദൂരേക്ക് സ്മെല്ല് പോലെയൊക്കെ തോന്നിയിട്ടാണ്. അപ്പോൾ ഈ ആമേനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്നേ ഉള്ളൂ. കുറേ പേരെങ്കിലും നേച്ചർ ലവേഴ്സ് ആവുമല്ലോ, അതെന്തായാലും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം ഫിഷും മീനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നെ നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ മീൻ പിടിച്ചില്ല. നമ്മളവിടെ ഇങ്ങനെ ഫിഷിങ്ങിന് പോയി, പക്ഷേ എന്താ പറയുക, അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോകുന്നത് മാത്രം കുറേ പേര് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫിഷിങ്ങൊക്കെ. അപ്പോൾ ഈ ആഴ്ച പിന്നെ അത് തന്നെ അതേ കാര്യങ്ങൾ തന്നെ കാണിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ പിടിക്കുകയും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ മറ്റുള്ളവർ പിടിക്കുന്നത് നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരുന്നിട്ടാ. ഇത് അടുത്ത മോളാണ് കേട്ടോ, സോറി, കുറേ മോളുകളൊന്നിച്ച് കാണിച്ചത്. അപ്പോൾ ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇങ്ങനെ എല്ലാ വ്ളോഗിലും കുറച്ച് കാണിക്കുന്നത് കാരണം നല്ല ഞാൻ ഒന്നിച്ചാണ് ഇട്ടിട്ട് തീർക്കാന്നുള്ള രീതിയിലാണ്. ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ മണിക്കൂറുകളോളം ഇപ്പോൾ 2-3 ദിവസത്തെ ഷോപ്പിംഗ് മണിക്കൂറുകളോളം നമ്മളിതിൽ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ ആക്ടിവിറ്റീസ് കാണിക്കുന്നതിനെക്കാട്ടിലും നമുക്കത് തോന്നും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങുമല്ലോ, ഇങ്ങനത്തെ ഷോപ്പിംഗ് കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും ഷോപ്പിംഗ് ഒരു ടൈം പാസ്സാണ്, പൈസയും അതുപോലെ തന്നെ തീരും. പിന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്തായാലും ഷോപ്പിംഗ് നല്ലൊരു ആക്ടിവിറ്റി ആണെങ്കിൽ പോലും ഷോപ്പഹോളിക് ആവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യകതയും നമുക്ക് താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് കേട്ടോ, കുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കെല്ലാം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ അത് അവിടെ പോയിട്ട് പിറ്റത്തെ ദിവസം തന്നെ പോയി വാങ്ങാനുള്ള പരിമിതികൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇടുമ്പോൾ ഒരു ഇൻഫർമേറ്റീവായിട്ട് തന്നെ ഇതിനെ കുട്ടികളൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നു. കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും കാണുന്നവർ. കാരണം ഇവിടെ നമ്മൾ കുറച്ച് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് അവിടെ പോയിട്ട് അവർക്കത് പരിധി നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സെമിസ്റ്റർ വളരെ ഷോർട്ടായിരിക്കും, 3-4 മാസമേ ഉണ്ടാവുള്ളൂ ഒരു സെമിസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടേതായ കുറേ കാർഡ് എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ പറയേണ്ടത് നമ്മൾ ആ ഒരു ലിസ്റ്റ് കൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളവിടെ പോയാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കേണ്ടത്. സെമസ്റ്റർ ചുരുക്കമായതുകൊണ്ട് തന്നെ 3-4 മാസം മാത്രം ആയതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് ഷർട്ട് ഇട്ടാ, ഇതായി ഞാൻ പറഞ്ഞത്. ഇത് ലുലു ആണ് ഷോപ്പ്, ലുലു. പിന്നെ നമ്മളെപ്പോഴും കാണിക്കുന്നതുകൊണ്ട് നമ്മൾ കാണിക്കാതിരുന്നതാണ്. ലുലുന്ന് കിട്ടിയല്ലോ 2 എണ്ണം ആകെ കിട്ടിയല്ലോ, സ്മോള്. ഒന്ന് ഇവൾക്കും മോൾക്കും മോളുടെ ഫ്രണ്ടിനും ഓരോന്ന് വീതം തന്നെയുള്ളൂ. അത് അത്രയും മാർഗ്ഗമുള്ളൂ, ഇനി അത്ര മതി. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഷോപ്പിംഗ് ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു ടിപ്പ് പോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, കുട്ടികൾക്ക് സമയ പരിമിതി കുറവുണ്ടാവും. പിന്നെ 3-4 ഷോർട്ട് സെമസ്റ്റർ
3-4 മാസം മാത്രമേ സെമസ്റ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പഠിത്തത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത് നമുക്ക് അവിടുത്തെ പല സാധനങ്ങളും എക്സ്പെൻസീവ് ആവും. പിന്നെ പുതിയ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ പരിചയക്കുറവുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ മറ്റേത് അവർ തപ്പി പോകണം. അങ്ങനെയൊക്കെ ആയിരിക്കും നല്ലത്. നിങ്ങൾ ഇപ്പോൾ ജോബ് കണ്ടെത്താനും എന്തായാലും ഒരു എക്സ്പീരിയൻസ് നല്ല ജോബുകൾക്ക് കണ്ടെത്താനും പിന്നെ നിങ്ങളെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് തന്നെ സമയം കണ്ടെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടിയിട്ട് ഇതെല്ലാം ഇവിടുന്ന് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് അറിവ് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് ഫെമിലിയറാണ്. പിന്നെ നമ്മുടെ പാരൻസ് കൂടെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ലഗേജിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വസ്തുക്കൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അത് കൊണ്ടുപോകുക എന്നുള്ള ടിപ്സോട് കൂട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നത്. സാറ്റർഡേ ഉച്ചയ്ക്കാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി നമ്മൾ പുറത്തേക്ക് വരികയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ലഞ്ച് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, ഒരു കറി വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പേരി വന്നിട്ട് ഉണ്ടാക്കണം. ആ ലെവലിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോള് വീട്ടിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.